കൊട്ടാരക്കര നീലേശ്വരത്ത് മണ്ണു നിറച്ചു വന്ന ടിപ്പർ ലോറി ആൾക്കൂട്ടത്തിലേക്ക് മറിഞ്ഞ് 3 മരണം. മരിച്ചവരിൽ ഒരു വിദ്യാർത്ഥി. അപകടത്തിൽപ്പെട്ടത് ബസ് കാത്തുനിന്നവർ. 4 കുട്ടികൾക്ക് പരിക്ക്. ബൈക്കിലിടിച്ച് ടിപ്പർ നിയന്ത്രണം വിട്ട് പാഞ്ഞു വരികയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. അപകടം വരുത്തിവെച്ചത് തേഞ്ഞ ടയറുമായി ഇടുങ്ങിയ റോഡിലൂടെ പാഞ്ഞ ടിപ്പർ. ഡ്രൈവർക്ക് ടിപ്പർ ഓടിക്കാനുള്ള ലൈസൻസ് ഇല്ല. അമിത വേഗമെന്ന് മന്ത്രി PC വിശ്വനാഥ്. സ്കൂൾ സമയത്ത് ടിപ്പറുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരുമെന്ന് ബിന്ദു കൃഷ്ണ. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. വാഹനത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. പിണറായി വിജയന്റെ നവകേരള സദസ് യാത്രയ്ക്കിടെ ഗൺമാന്മാരുടെ അക്രമം അന്വേഷണത്തിൽ അട്ടിമറി സ്ഥിരീകരിച്ച് SIT. ADGP MR അജിത് കുമാർ അന്വേഷണ റിപ്പോർട്ട് തിരുത്തി. ശരിവെച്ച് ഉദ്യോഗസ്ഥരുടെ മൊഴി. അന്വേഷണ സംഘം റിപ്പോർട്ട് DGPക്ക് കൈമാറി. കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിയേശു പള്ളിയിലെ ദുരൂഹക്കല്ലറ ഉടൻ തുറക്കും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ അന്വേഷണ സംഘം. 3ാമതൊരു മൃതദേഹം കൂടിയുണ്ടെന്ന് സംശയം. കൂടുതൽ പേരെ പോലീസ് ചോദ്യം ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് തോൽവി നിസ്സാരമല്ലെന്ന് KK ശൈലജ. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും നേരിട്ടത് വലിയ തിരിച്ചടി. നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ശൈലി മാറണം. ഭാഷാ ശൈലിയും പെരുമാറ്റവും ജീവിത രീതിയും പരിശോധിക്കണമെന്നും ശൈലജ. തുറന്നു പറച്ചിൽ ചിന്തയിലെ ലേഖനത്തിൽ. മദ്യനയത്തിലെ പുതിയ നികുതി നിർദ്ദേശം അഴിമതിയെന്ന് പ്രതിപക്ഷം. നീക്കം ബക്കാഡി കമ്പനിക്ക് വേണ്ടിയെന്ന ആരോപണം. ഇതിന്റെ ഗുണഭോക്താവ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർണാടകയിലെ ഒരു മദ്യ കമ്പനിയാണ്. വീണ്ടും എതിർപ്പറിയിച്ച് VM സുധീരൻ. പൂർണ്ണ മദ്യനിരോധനമാണ് നിലപാടെന്ന് സമസ്ത. രാജ്യസഭാംഗത്തെ കാലാവധി തീർന്നതോടെ കേന്ദ്ര ന്യൂനപക്ഷ ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ രാജിവെച്ചു. രാജി സ്വീകരിച്ച് രാഷ്ട്രപതി. കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തിൽ നിന്ന് ഇനി സുരേഷ് ഗോപി മാത്രം. ജോർജ് കുര്യന് പകരം അനൂപ് ആന്റണിയോ K സുരേന്ദ്രനോ കേന്ദ്രമന്ത്രിസഭയിലെത്തിയേക്കും. അയോധ്യ ക്ഷേത്രത്തിലെ ക്രമക്കേടിൽ റിപ്പോർട്ട് തേടി പ്രധാനമന്ത്രി. UP സർക്കാർ വിശദീകരിക്കണം. പ്രാഥമിക റിപ്പോർട്ട് UP സർക്കാർ കൈമാറി. അയോധ്യ ട്രസ്റ്റ് സെക്രട്ടറിയെ മാറ്റിയേക്കും.